ഹായ്, നമുക്ക് ഇന്നൊരു നല്ലൊരു ഫേസ് പാക്ക് പരിചയപ്പെട്ടാലോ? എന്നെപ്പോലത്തെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് ഉള്ളൊരു നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊരു 13 വയസ്സ് തൊട്ടിട്ട് നല്ല രീതിയിൽ പിമ്പിൾസും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനും ഡൾനെസ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച് നോക്കി. കുറച്ചൊക്കെ സക്സസ് ആയി, കുറച്ചൊക്കെ ഫെയിലിയറും ആയിരുന്നു. ഈ കാണുന്ന സ്കിന്നിലേക്ക് എത്തിച്ചേരാനായിട്ട് കുറച്ച് അധികം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു സ്കിൻ കെയർ ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ പുറമേ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് മാത്രമല്ല കേട്ടോ, നമ്മൾ അകത്തോട്ട് എടുക്കുന്നതും കൂടെ ശ്രദ്ധിക്കണം. കുറച്ചൊക്കെ ഓയിലി ഫുഡൊക്കെ ഒഴിവാക്കി നമ്മുടെ ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഡയറ്റിൽ ഇൻവോൾവ് ചെയ്യാൻ നോക്കണം. ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഞാനിത് വീട്ടിൽ ഉണ്ടാക്കിയ ഒരു ഫേസ് പാക്കാണ്. ഇത് മെയിനായിട്ട് ഇതിനകത്തുള്ളത് നമ്മുടെ മസൂർ ദാളാണ് കേട്ടോ. നമ്മുടെ ഓറഞ്ച് കളർ ദാൾ, അത് ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മുടെ അരിപ്പൊടി, ഗോതമ്പ് പൊടി, പിന്നെ കടലമാവ്. ഈ 4 ഇൻഗ്രീഡിയൻസും കൂടെ ഉള്ളൊരു പൗഡറാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് കേർഡാണ്. അതേപോലെ തന്നെ ഞാൻ റോ മിൽക്കും ചേർക്കാറുണ്ട്. എനിക്ക് ഇത് രണ്ടും സൂട്ടാവാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏതാ സൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ളത് എടുക്കാം. ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ലൂസാക്കാം. അത് ഓരോരുത്തരെ ഇഷ്ടം പോലെ. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ. ഒരു വളരെ അധികം മെച്ചപ്പെട്ടൊരവസ്ഥയാണ്. കുറച്ചൊക്കെ പിഗ്മെൻറ്റേഷൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ ചീക്ക് ബോൺസിൽ ഇപ്പോൾ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ലിപ്സിൻ്റെ ചുറ്റും പിഗ്മെൻറ്റേഷൻ ഉണ്ട്. പിന്നെ ഡാർക്ക് സർക്കിൾസ് പറയേ വേണ്ട. ഉറക്കത്തിൻ്റെ കുറവ് കാരണം ഡാർക്ക് സർക്കിൾസും ഉണ്ട്. പിന്നെ ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ കോജിസാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കോജിക് ആസിഡ് സോപ്പാണ്. ഈ സോപ്പ് ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇത് ഇന്ത്യയിൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ ആമസോണിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷേ പ്രൊഡക്റ്റ് എത്രമാത്രം ജെന്യുവൻ ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിനാർക്കായിരിക്കും ഇത് കുറച്ചും കൂടെ സൂട്ടാവുക. എന്താ വെച്ചാൽ ഇത് സ്കിന്ന് ഡ്രൈ സ്കിന്നുള്ളവർക്ക് കുറച്ചും കൂടെ അധികം ഡ്രൈ ചെയ്യും. അപ്പം അതൊന്ന് സൂക്ഷിക്കുക കേട്ടോ. എന്നെപ്പോലത്തെ സ്കിൻ ഉള്ളവർക്ക് ഇത് വലിയതായിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡ്രൈ സ്കിന്നുള്ളവർ കൂടുതലും ഇത് അവോയ്ഡ് ചെയ്യണതായിരിക്കും നല്ലത്. അപ്പം ദാ എൻ്റെ നന്നായിട്ടൊന്ന് ഒരു 60 സെക്കൻഡ്സ് ഞാൻ നല്ല രീതിയിൽ സോപ്പിട്ടൊന്ന് മസാജ് ചെയ്തൊന്ന് കഴുകി. അപ്പോൾ ദാ കാണാമല്ലോ എൻ്റെ സ്കിന്ന് നല്ലൊരു ഈ ഒരു സോപ്പിട്ട ഒരു പ്രത്യേക ഒരു നല്ലൊരു സ്കിൻ ലൈറ്റനിങ് ആയിട്ട് തോന്നും കേട്ടോ. സ്കിൻ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു തോന്നും. അപ്പോൾ നമുക്കൊരു ഫേസ് പാക്ക് നല്ലതായിട്ട് കൈ കൊണ്ടാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യണത്. നല്ലൊരു തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ്സ് വെച്ചാൽ മതി കേട്ടോ. ഒത്തിരി നേരം വെക്കണം എന്നില്ല. ഒത്തിരി ഡ്രൈ ആവാനും നിൽക്കരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്ന് വലിയും. ഒത്തിരി ഡ്രൈ ആയിക്കഴിഞ്ഞാൽ. പിന്നെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സംസാരിക്കാതിരിക്കുക. ഓക്കെ. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ചുളിയാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഫേസ് പാക്ക് ഞാൻ ആക്ച്വലി ഓൾട്ടർനേറ്റ് ഡേയ്സൊക്കെ നേരത്തെയൊക്കെ തേക്കുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ സമയക്കുറവ് കാരണം സാറ്റർഡേ ഓർ സൺഡേയ്സ് മാത്രമേ ഞാനിതിപ്പോൾ തേക്കാറുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സൊക്കെ തേക്കാം കേട്ടോ. വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഫേസ് പാക്ക് തേക്കുമ്പോൾ കഴുത്ത് ഒരിക്കലും മറക്കാതിരിക്കുക. കഴുത്ത്, കൈ, പറ്റുകയാണെങ്കിൽ കൈയൊക്കെ തേക്കാം കേട്ടോ നമുക്കിത്. അപ്പോൾ ദാ കയ്യിലൊക്കെ തേച്ച് കൊടുക്കുക. നമുക്കിത് നല്ല രീതിയിൽ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ണിൻ്റെ മുകളിൽ സാധാരണ തേക്കാറില്ല. അപ്പം ഇത് കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഫേസാണ് കേട്ടോ. ഇത് ബെയർ സ്കിൻ ലുക്ക് തന്നെ പറയാം. എന്താ വെച്ചാൽ ഞാൻ ഇതിനകത്ത് ഒന്നും തേച്ചിട്ടില്ല. പൗഡറോ ലോഷനോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിന്നിൻ്റെ കുറച്ചും കൂടെ ലൈറ്റിൽ വന്നിട്ട് സൺലൈറ്റിൽ വന്നിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ദാ നല്ലൊരു ഇഫക്റ്റാണ്. ഇത് നമുക്ക് ആദ്യത്തെ 2 യൂസിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ സ്കിന്ന്. ഒരാൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഓടി വന്നിരിക്കുകയാണ്.
അപ്പോൾ ദാ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഫേസ് പാക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നും കൂടെ കമൻറ്റിലൂടെ അറിയിക്കുക. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്